അസ്സലാമലൈക്കും ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജബി ബേക്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 1.5 kg പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1.5 kg പൈനാപ്പിൾ കേക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തത് ഏകദേശം 1.5 കപ്പ് മൈദയും അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരുമിച്ച് ഈ അരിപ്പയിൽ അരിച്ചതാണിത്. അതേപോലെ അതിന് വേണ്ടി നമുക്ക് 3/4 കപ്പ് പാല് വേണം. അതേപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നമുക്ക് മെയിനായി വേണ്ടത് വാനില എസൻസ് ആണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ബീറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യാം. അതിനുശേഷം അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഓയിലും എല്ലാം ചേർത്ത് 150 ഡിഗ്രി സെൽഷ്യസിൽ നേരത്തെ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു ബേക്ക് ടിന്നിൽ കേക്ക് ബേക്കാകാൻ വെക്കാം. പൈനാപ്പിൾ കേക്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പൈനാപ്പിൾ എസൻസ് എന്ന് പറയേണ്ടത് ഞാൻ നിങ്ങളോട് വാനില എസൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കേക്കിന് മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിൾ എസൻസ് ആണ്. മനസ്സിലായില്ലേ? ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്തത്, വാനില എസൻസ് അല്ല, പൈനാപ്പിൾ എസൻസ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു തുള്ളി വാനില എസൻസ് ചേർക്കാം. എനിക്ക് അത് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് റെക്കോർഡ് ചെയ്ത് ഇട്ട് തരുന്നത്. പൈനാപ്പിൾ കേക്കിന് പൈനാപ്പിൾ എസൻസ് ആണ് ഞാൻ ചേർത്തത്. ഇവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഓയിലും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ പൈനാപ്പിൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പാലും ഓയിലും, ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ബേക്കിംഗ് പൗഡറും, അതിനുശേഷം പാലും ഓയിലും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഓവണിലേക്ക് ബേക്ക് ടിന്നിലാക്കിയിട്ട് മാറ്റാം. നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഞാനിവിടെ 3 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റിലാണ് നമുക്കിവിടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ 3 ലെയറാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്രീമും പൈനാപ്പിൾ ജെല്ലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റത്തെ ലെയർ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ പൈനാപ്പിളിൻ്റെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അടുത്ത ലെയറിൽ ഞാനത് വീഡിയോ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഷുഗർ സിറപ്പ് നല്ലവണ്ണം ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ക്രീം ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസും നേരത്തെ വേവിച്ച പൈനാപ്പിൾ പീസും പൈനാപ്പിൾ ജെല്ലും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെക്കാം. നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ ഞാനിവിടെ വെച്ച് കൊടുത്തു. ഇതിലേക്ക് നല്ലവണ്ണം പൈനാപ്പിൾ നേരത്തെ വേവിച്ചില്ലേ ഞാൻ, ഷുഗറും കൂട്ടി, ആ വെള്ളമാണ് ഞാനിതിൽ സോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്ത് ജെല്ലും കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറും ഞാൻ വെച്ച് കൊടുത്തു, കണ്ടില്ലേ? ഷുഗർ സിറപ്പും ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് പൈനാപ്പിൾ പീസും ഇട്ട് കൊടുത്തു, നേരത്തെ വേവിച്ച് വെച്ച്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ജെല്ലില്ലേ പൈനാപ്പിളിൻ്റെ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പൈനാപ്പിൾ കേക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. അത്രയും നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ കേക്ക്. എല്ലാവർക്കും കഴിക്കുക നല്ല ഇഷ്ടമാണ്. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് പൈനാപ്പിൾ കേക്ക്. എത്ര കഴിച്ചാലും മതി വരില്ല പൈനാപ്പിൾ കേക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്ന പൈനാപ്പിൾ കേക്ക് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ പൈനാപ്പിൾ കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ജെല്ലും പൈനാപ്പിൾ പീസൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ 3 പൈനാപ്പിൾ ഗ്ലാസ് കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ വലിയ കേക്ക് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഞാനിതിൽ സെറ്റ് ചെയ്ത് കൊടുത്തത്. അതായത് അടിയിൽ കേക്ക് പീസ് ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു, അതിൻ്റെ മുകളിൽ പൈനാപ്പിൾ ജെല്ല് വെച്ച് കൊടുത്തു, അതിൻ്റെ മുകളിൽ ക്രീം, വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു പീസ് കേക്കും, ഏറ്റവും മുകളിൽ ഇതാ
കുറച്ച് പൈനാപ്പിൾ ജെല്ലും അതേപോലെ പൈനാപ്പിൾ പീസൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കുവാൻ വേണ്ടി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും ഓൾ ഫ്രണ്ട്സ്.